മലപ്പുറം ഇടപ്പാളിൽ ആക്രമിക്കാൻ പിന്തുടർന്ന CITUകാരെ ഭയം നോടിയ തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്, ഇരുകാലുകളും ഒടിഞ്ഞ കൊല്ലം പത്തനാപുരം സ്വദേശി ഫയാസ് ഷാജഹാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ ഇലക്ട്രിക് സാമഗ്രികൾ ഇറക്കിയ തൊഴിലാളികളെയാണ് CITUകാർ ആക്രമിക്കാൻ ശ്രമിച്ചത്. അരുൺ അമർനാഥുണ്ട് വിവരങ്ങൾ നൽകാൻ. അരുൺ, CITUകാർ ഏത് രീതിയിലുള്ള ഒരു അക്രമം അയച്ചുവിട്ടു? ഈ സാധനങ്ങളൊക്കെ തന്നെ ഇറക്കിയതിൻ്റെ പേരിലാണോ ഇങ്ങനെയൊരു ആക്രമണത്തിന് മുതിർന്നത്? അവരിൽ നിന്നും രക്ഷപ്പെടാൻ ഓടിയപ്പോൾ തൊഴിലാളിക്ക് പരിക്കേറ്റ് എങ്ങനെയുണ്ട്? CITUവിന്റെ എന്തെങ്കിലും പ്രതികരണമുണ്ടോ? പ്രതീക്ഷ, അതായത് ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഈ എടപ്പാളിലെ ഒരു കെട്ടിടത്തിലേക്ക് ഈ ഇലക്ട്രോണിക് സാമഗ്രികൾ ഇറക്കുന്നത്. ആ സമയത്ത് തന്നെ ഈ തൊഴിലാളികളെ, ഈ ചുമട്ട് തൊഴിലാളികളെ അന്വേഷിച്ചു, പക്ഷേ അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ഈ കരാറ് തൊഴിലാളികൾ തന്നെ ഇറക്കുകയായിരുന്നു എന്നാണ് ഈ കരാറുകാരനും ഈ കെട്ടിട ഉടമയും പറയുന്നത്. അങ്ങനെ ഇവർ ഈ സാധനങ്ങൾ മുഴുവൻ ഇറക്കി തീർത്തു. അങ്ങനെ ഈ വിവരം പറഞ്ഞ CITUക്കാർ ഇത് ചോദ്യം ചെയ്യാൻ എത്തുകയായിരുന്നു. തുടക്കം മുതൽ തന്നെ ബഹളം വെച്ച് കമ്പ് ഉൾപ്പെടെ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ്, ബഹളം വെച്ച് സംസാരിച്ചു, വാക്തർക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് കെട്ടിട ഉടമ പരാതിയായി പറയുന്നത്. അതിനിടെയാണ് ഈ ഒരു തൊഴിലാളികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഇത് ഭയന്ന് ഓടുകയായിരുന്നു. അങ്ങനെ ഇതിലെ ഒരു തൊഴിലാളിയാണ് ഒരു കെട്ടിടത്തിൽ നിന്ന് മറ്റൊരു കെട്ടിടത്തിലേക്ക്, 5ാം നിലയിൽ നിന്ന് മറ്റൊരു കെട്ടിടത്തിലേക്ക് ചാടുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു യുവാവിന് പരിക്കേൽക്കുന്നത്. 23-കാരനായ ഫയാസ് ഷാജഹാനാണ് പരിക്കേറ്റത്. ഇയാൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2 കാൽമുട്ടിനും പരിക്കേറ്റ നിലയിലാണുള്ളത് യുവാവിന്. അപ്പോൾ അത്തരത്തിൽ പോലീസ് ഇന്നലെ തന്നെ സ്ഥലത്ത് എത്തിയിരുന്നു. അപ്പോൾ ഈ പോലീസൊക്കെ മടങ്ങിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു യുവാവിന് പരിക്കേറ്റതായി കൂടെയുള്ളവനും എന്തായാലും തിരിച്ചറിയുന്നത്. ഇവരെല്ലാം ഈ തൃശൂർ മെഡിക്കൽ കോളേജിലാണ് എന്തായാലും ഉള്ളത്. CITUയുടെ ഒരു പ്രതികരണം എന്തായാലും ഇപ്പോൾ വന്നിട്ടില്ല. എന്തായാലും ഈ ആക്രമിക്കാൻ ശ്രമിച്ചതിനിടെയാണ് ഈ യുവാവ് ഓടുന്നത്. പ്രതീക്ഷ. അരുൺ അമൃതാഥാണ് വിവരങ്ങൾ നൽകുക. അങ്ങനെ CITUവും അധികാര ഹുങ്കിൽ നിന്നും തിരുത്തലിനില്ല എന്ന വെളിവാക്കുന്ന സംഭവമാണ് മലപ്പുറത്ത് നിന്നും കേൾക്കുന്നത്. ഇടപ്പാളിലാണ് ആക്രമിക്കാൻ പിന്തുടർന്ന CITUക്കാരെ ഭയന്നോടിയ തൊഴിലാളിക്ക് ഗുരുതര പരിക്ക് ഏൽക്കുന്നത്. സ്വന്തം നിലയ്ക്ക് സാധനങ്ങൾ ഇറക്കാൻ ശ്രമിച്ചതിനാണ് പ്രകോപനം ഉണ്ടായത്.